23 വർഷം മുമ്പാണ്. പ്രസവമുറിക്ക് മുന്നിൽ കാത്തു നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനോട് ഡോക്ടർ ചോദിച്ചു, മോളെ കാണണോ? കുഞ്ഞിനെ കാണുന്ന മനപ്രയാസം ഒഴിവാക്കുകയെങ്കിലും ചെയ്യൂ എന്നാണ് ഡോക്ടർ പറയാതെ പറഞ്ഞത്. പക്ഷെ ആ പിതാവ് ആ കുഞ്ഞിനെ കണ്ടു. കൈകാലുകൾക്ക് പകുതിയിൽ താഴെയേ വളർച്ചയുള്ളൂ. അബ്ദുൽ കരീമും അസ്മാബിയും ആ കുഞ്ഞിനെ പാലൂട്ടി താരാട്ടി ചികിത്സിച്ച് വളർത്തി. അവൾക്ക് അവർ നൂർ എന്ന് പേരിട്ടു. വെളിച്ചം എന്നർത്ഥം. അവൾ ഇന്ന് അവരുടെ വീടിന്റെ വെളിച്ചമാണ്. എല്ലാ കൈകൾ കൊണ്ട് പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളെ പോലെ ചിത്രങ്ങൾ വരയ്ക്കുന്ന ചിത്രകാരി. ഇത്തിരി പോന്ന കൈകാലുകൾ ഉപയോഗിച്ച് ആയാസപ്പെട്ട് വായിച്ചിട്ടും വയലിനിൽ നിന്ന് അത്ഭുത രാഗങ്ങൾ തീർക്കുന്ന തന്ത്രി വാദ്യകാരി. ജീവിതം വേദനയ്ക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കാതെ പാടുന്ന പാട്ടുകാരി. കടലാസ് തുണ്ടുകളിലും ഉപേക്ഷിച്ച വസ്തുക്കളിലും അത്ഭുത കാഴ്ചകൾ ഒരുക്കുന്ന കരകൗശല കലാകാരി. മമ്മൂക്കയോടൊപ്പം വരെ മുഖം കാണിച്ച പരസ്യ ചിത്രങ്ങളിലെ അഭിനേത്രി. അകം നുറുങ്ങിയവരോട് പ്രചോദക പ്രസംഗങ്ങൾ നടത്തുന്ന പ്രഭാഷക. For me in my life, I would say that I am happy to be born this way because I am able to do a lot more things in my own way. ദിവസങ്ങൾ എണ്ണപ്പെട്ട ക്യാൻസർ രോഗികൾക്ക് സ്നേഹം പകരുന്ന സാന്ത്വന ചികിത്സാ സന്നദ്ധ പ്രവർത്തക. MA ബിരുദധാരിണി. കോളേജ് ടീച്ചറാകൽ ലക്ഷ്യമാക്കി പഠിക്കുന്ന മിടുമിടുക്കി. നൂറിൻ്റെ തന്നെ ഭാഷയിൽ പ്രസവാനന്തരം മരണത്തിന് കീഴടങ്ങി മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പരീക്ഷണശാലയിൽ ചില്ലുപാത്രത്തിൽ പഠന വസ്തുവാകേണ്ടിയിരുന്ന ഒരു കുഞ്ഞാണ് ഈ നേട്ടങ്ങൾ വെട്ടിപ്പിടിച്ചത്. ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും വിശ്വാസദാർഢ്യത്തിന് സ്തുതി. വൈദ്യശാസ്ത്രത്തിന് സ്തുതി. സർവോപരി ഒരു പെൺകുട്ടിയുടെ കൊടിപ്പടം താഴ്ത്താത്ത ഇച്ഛാശക്തിക്ക് സ്തുതി.
നൂർ ജലീല, നീ ഉപ്പയുടെയും ഉമ്മയുടെയും ഇത്താത്തയുടെയും മാത്രം വെളിച്ചമല്ല, ഞങ്ങൾക്കെല്ലാവർക്കും വെളിച്ചം തരുന്ന പ്രത്യാശയുടെ പാനീസ് വിളക്കാണ്. ഞങ്ങൾ അഭിമാനത്തോടെ പ്രഖ്യാപിക്കുന്നു, 2024 കൈരളി ഫിനിക്സ് പുരസ്കാര ജേത്രി നൂർ ജലീല.